ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വൈകുന്നേരം നമുക്ക് യെരവാൻ്റെ തെരുവുകളിലൂടെ ഒന്ന് നടക്കാം. നടന്ന് നമ്മൾ ഇന്ന് ഒപ്പറ ഹൗസിലും കാസ്കേഡ് പാലസിലേക്കുമാണ് പോകുന്നത്. ബാക്കിയൊക്കെ കാഴ്ചകളിലൂടെ നമുക്ക് കാണാം. ഇടയ്ക്ക് വിവരങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവെക്കാം. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കാണുമെന്നും ആസ്വദിക്കുമെന്നും വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. ഞങ്ങൾ പതിവ് പോലെ യെരവാൻ തെരുവുകളിലൂടെ നടക്കാനിറങ്ങി. ഞങ്ങളെ വരവേറ്റ് തന്നെ ആ ഒരു സംഗീത പരിപാടിയാണ്. ഒറ്റയ്ക്ക് നിന്ന് ഒരാൾ സംഗീത പരിപാടി നടത്തുന്നത് എത്ര പേരാണ് ആസ്വദിച്ച് നിൽക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കണ്ടത് അവിടെ തൊട്ടടുത്തുള്ളൊരു പാർക്കിലുള്ളൊരു പെയിൻറ്റിങ് എക്സിബിഷനാണ്. ചിത്രകാരന്മാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. വളരെ രസകരമായിട്ടുള്ള കുറേ പെയിൻറ്റിങ്സ്. ഇത് മൊത്തത്തിലൊരു കലാകാരന്മാരുടെ ഒരു സിറ്റി പോലെയാണ് നമുക്ക് തോന്നുന്നത്. മൊത്തത്തിൽ യെരവാൻ സിറ്റി വളരെ ഓർഗനൈസ്ഡ് ആണ്, വളരെ വൃത്തിയുള്ളതാണ്. നമുക്കൊരു യൂറോപ്യൻ സിറ്റിയുടെ എല്ലാ മട്ടും ഭാവവും തോന്നും യെരവാൻ സിറ്റിയും കണ്ടാൽ. ശരിക്കും മാസ്ക് വെച്ചിട്ടാണ് നടക്കുന്നത്. ഇവിടെ കാണുന്ന വേറെ ആൾക്കാരൊന്നും മാസ്ക് ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ആൾക്കാർ ഞങ്ങളെയൊക്കെ കാണുമ്പം ഇവനാരടാന്നുള്ളൊരു ലുക്കിലാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കേണ്ടതുകൊണ്ട് നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ എവിടെ നോക്കിയാലും ഇതുപോലത്തെ സ്കൾപ്ചേഴ്സ് ഒരുപാട് ഇത് കാണുന്നില്ലേ. സിറ്റിയുടെ മുക്കിലും മൂലയിലൊക്കെ ഇതുപോലത്തെ ഒരുപാട് സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇങ്ങനെ കുറേ ഉണ്ട്. വളരെ പഴക്കം ചെന്നാണെങ്കിലും ഒരു കാൽപ്പനിക ഭാവമുണ്ട് യെരവാൻ്റെ പല ഭാഗത്തിനും. ഇത് യെരവാൻ്റെ ഒരു മോഡേൺ ഫേസാണ് നോർത്തേൺ അവന്യൂ എന്ന് പറയുന്നത്. നോർത്തേൺ അവന്യൂ നേരെ ക്രോസ് ചെയ്ത് നമ്മൾ ചെല്ലുന്നത് ഒപ്പേറ ഹൗസിലേക്കാണ്. യെരവാൻ സിറ്റിയിലുള്ള ഒപ്പേറ തിയേറ്ററിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഒപ്പേറ തിയേറ്റർ ശരിക്കും ഉണ്ടാക്കിയത് 933 ജനുവരി മാസത്തിലാണ് അതിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അത് ഓപ്പൺ ചെയ്തത്. ഇതിൻ്റെയും ആർക്കിടെക്റ്റ് അലക്സാണ്ടർ തമാനിയനാണ്. നമ്മൾ നേരത്തെ റിപ്പബ്ലിക് സ്ക്വയർ കണ്ടപ്പോൾ അതും ഡിസൈൻ ചെയ്തത് അലക്സാണ്ടർ തമാനിയൻ എന്ന് പറയുന്ന ആർക്കിടെക്റ്റ് തന്നെയായിരുന്നു. ഈ എല്ലാ ബിൽഡിങ്ങിൻ്റെ മുമ്പിലും പല ടൈപ്പിലുള്ള സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഞങ്ങൾ ഒപ്പേറ ഹൗസിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കാസ്കേഡ് പാലസിൻ്റെ അടുത്തെത്തി. കാസ്കേഡ് കോംപ്ലക്സിനെ പറ്റി പറഞ്ഞാൽ 5 നിലകളിലായിട്ട് 302 മീറ്റർ ഉയരത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ സമുച്ചയമാണ് കാസ്കേഡ് കോംപ്ലക്സ്. 1980-ലാണ് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത്. നമുക്ക് കാസ്കേഡ് കോംപ്ലക്സിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ യെരവാൻ പട്ടണത്തിൻ്റെ മനോഹരമായൊരു ദൃശ്യം കാണാൻ പറ്റും. ഒരുവിധം എല്ലാ ഭാഗവും നമുക്ക് കാസ്കേഡ് കോംപ്ലക്സിൻ്റെ മുകളിൽ കയറിയാൽ കാണാൻ വേണ്ടി പറ്റും. കാസ്കേഡ് കോംപ്ലക്സിൻ്റെ മുകളിൽ നമ്മൾ അങ്ങ് വലിയ ഏറ്റവും ഉയരത്തിൽ ഒരു സ്തൂപം പോലെ കാണുന്നത് വിക്ടറി പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ളൊരു സ്തൂപമാണ്. അവിടേക്ക് നമ്മൾ വേറൊരു ദിവസം പോകുന്നുണ്ട്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പിന്നീട് പോവാം. കാസ്കേഡ് കോംപ്ലക്സിൻ്റെ മുമ്പിൽ വിശാലമായൊരു പാർക്ക് പോലെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ ഇതുപോലത്തെ സ്കൾപ്ചേഴ്സും ഇരിക്കാനുള്ള സീറ്റും ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരുപാട് ഫെസിലിറ്റിയും അവിടെയുണ്ട്. 572 സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ഏറ്റവും മുകളിലെത്താൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു വല്ലാത്ത ടാസ്ക്കാണെന്ന് ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായി. ഓരോ നിലകളും മുകളിലേക്ക് കയറുമ്പോഴും താഴേക്കുള്ള കാഴ്ച അതിമനോഹരമാണ്. നമ്മളിങ്ങനെ ഉയർന്ന് മേലേക്ക് പോയി പട്ടണം താഴ്ന്നു വരുന്ന കാഴ്ച വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. പകുതി പോലും കയറിയില്ല. അപ്പോഴത്തേക്ക് ചിന്നു കിതയ്ക്കുന്നു പറഞ്ഞ ഒരു സൈഡിൽ ഇരിക്കാൻ തുടങ്ങി. എനിക്ക് തീരെ കിതപ്പില്ലാതില്ല, എന്നാലും അത്ര വലിയ പ്രശ്നമില്ല. അങ്ങനെ 3 നില കയറിയപ്പോഴത്തേക്കിന് ഞങ്ങൾ നല്ലവണ്ണം ടയേർഡായി. അപ്പോഴാണ് 3ാമത്തെ നിലയിൽ മുകളിലേക്ക് കയറാൻ എസ്കലേറ്റർ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചത്. അങ്ങനെ അതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറി. അപ്പോൾ ഞങ്ങൾ എസ്കലേറ്റർ വഴിയായി പിന്നെ മേലേക്കുള്ള കാഴ്ച. ഇതിനകത്ത് വിശാലമായ കുറേ കാഴ്ചകളുണ്ട് നമ്മൾ എസ്കലേറ്റർ കയറി പോകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ.
അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് വളരെ ആസ്വദിച്ചാണ് ഞങ്ങൾ മുകളിലേക്ക് കയറിയത്. എനിക്കൊന്ന് പഴയ കാലത്തുണ്ടായിരുന്ന പല കാര്യങ്ങളും അവർ അതേ കണക്ക് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഈ കാറൊക്കെ എനിക്കൊന്ന് സോവിയറ്റ് കാലത്തെങ്ങാണ്ട് ഉണ്ടായിരുന്ന കാറാണ്. അതൊക്കെ അവരിവിടെ നല്ല സ്റ്റൈലിഷ് ആക്കിയിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞങ്ങൾ 4ാമത്തെ നിലയിലെത്തി. ഇനി ഇവിടുന്ന് നടന്നിട്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും. ഇനിയും മുകളിലേക്ക് കയറേണ്ട എസ്കലേറ്റർ ഒന്നുമില്ല. അപ്പോൾ ഇനിയും ഒരു നിലയോടെ കയറിയാൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു കാഴ്ച അതിമനോഹരമാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥയും കൂടെ നല്ലതായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വളരെ പ്ലീസിങ് ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിവിടെ മുകളിൽ കയറുമ്പോൾ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പതുക്കെ നടന്ന് മുകളിൽ കയറി. മുകളിൽ നിന്നുള്ള കുറേ കാഴ്ചകളൊക്കെ പകർത്തി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അതിനുശേഷമാണ് നമ്മളവിടെ തിരിച്ചിറങ്ങിയത്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ എറവാൻ സിറ്റിയുടെ ഏകദേശം എല്ലാ ഭാഗവും കാണാൻ വേണ്ടി പറ്റും. ഒരു കുന്നിൻ ചരിവിലൂടെ ഇങ്ങനെ താഴേക്ക് ഒഴുകി ഇറങ്ങിക്കിടക്കുകയാണ് എറവാൻ സിറ്റി. മുകളിൽ മുഴുവൻ ബിൽഡിങ് അതിങ്ങനെ ഒഴുകി താഴേക്ക് ഇറങ്ങുന്നു. നമുക്ക് താഴെ ഒപ്പറ ഹൗസ് കാണാം. നമ്മൾ അവിടെ നിന്നാണ് നേരെ നടന്നിട്ട് കാസ്കേഡ് കോംപ്ലക്സിൻ്റെ ഏറ്റവും മുകളിലെത്തിയത്. നഗരത്തിൽ തന്നെയാണ്, എന്നാൽ നഗരത്തിൽ നിന്ന് വളരെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം. ഫാമിലി ആയിട്ടൊക്കെ വന്ന് റിലാക്സ് ആകാൻ പറ്റിയ വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. ഞങ്ങളിപ്പോൾ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യണം. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇനിയിപ്പം താഴേക്ക് ഇറങ്ങണം, എവിടെന്നെങ്കിലും വിശാലമായിട്ടൊന്ന് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് റൂം. വളരെ ശാന്തമായൊരു സിറ്റി, ഒരു ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. വളരെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സിറ്റി. നൈറ്റ് ലൈഫ് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതിനൊക്കെ ഇനിയും കുറച്ച് ദിവസങ്ങളുള്ളതുകൊണ്ട് സാവധാനം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ പതുക്കെ താഴേക്ക് നടന്നു തുടങ്ങി. എന്തായാലും നമ്മൾ പടി ഇറങ്ങുന്നതിന് പകരം നമ്മൾ വന്ന എസ്കലേറ്റർ വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ ഒരു മ്യൂസിയം കാണാം. ഇവിടെ ശരിക്കും ആർമേനിയൻ ആൽഫബറ്റ്സ് കണ്ടുപിടിച്ച ആൾക്കാരുടെയും അങ്ങനെ കുറച്ച് മനോഹരമായ പെയിൻറ്റിങ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻറ്റിങ്ങിലുള്ള ഓരോ ആൾക്കാരെ പറ്റിയിട്ടും വിശദമായൊരു വിവരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭിത്തിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പെയിൻറ്റിങ് കണ്ടതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഈ പെയിൻറ്റിങ് അവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതൊക്കെ കൃത്യമായിട്ട് കാണാം. ഇതാ ഈ കാണുന്ന കണക്ക് തന്നെ ഇംഗ്ലീഷിലും അർമേനിയൻ ഭാഷയിലും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗ്രിഗോർ കാന്യാൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് ഈ പെയിൻറ്റിംഗ് ഒക്കെ വരച്ചിരിക്കുന്നത്. അദ്ദേഹം 2000 മരിച്ചുപോയി. ബട്ട് എന്താ പറയുക, ഇപ്പോഴും ആ ഒരു ഓർമ്മ നിലനിർത്താനായിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് കാണുന്ന ക്രിയേഷൻ ഓഫ് ദ ആൽഫബറ്റ്, അർമേനിയൻ ആൽഫബറ്റ്സിൻ്റെ ക്രിയേഷനുമായിട്ട് സംബന്ധിച്ച ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു യുദ്ധത്തിൻ്റെ വിവരണം കൊടുത്തിരിക്കുന്നു. പിന്നെ റീബർത്ത് ഓഫ് അർമേനിയ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് യുദ്ധങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അർമേനിയയുടെ റീബർത്തിനെ കുറിച്ചുള്ള ഒരു വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിതൊക്കെ വായിച്ച് വളരെ സാവധാനമാണ് താഴേക്ക് ഇറങ്ങിയത്. കാസ്കേഡ് കോംപ്ലക്സിൻ്റെ താഴെ ഇറങ്ങി നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു സൈഡിൽ നിറച്ചും റെസ്റ്റോറൻറ്റുകളാണ്. പല രീതിയിലുള്ള പല ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സ്. നമുക്കവിടെ കയറിയിരുന്ന് എത്ര സമയം വേണമെങ്കിലും എൻജോയ് ചെയ്തിരിക്കാം, ഭക്ഷണം കഴിക്കാം, ആ ഒരു വൈബ് ആസ്വദിക്കാം. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഓൾറെഡി. ഞങ്ങൾ പക്ഷേ ഈ ഒരു ഭാഗത്തു നിന്നല്ല, ഞങ്ങൾ കുറച്ചും കൂടെ നോർത്തേൺ അവന്യൂയുടെ ഭാഗത്തേക്ക് പോയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നോർത്തേൺ അവന്യൂ ഭാഗത്തേക്ക് നടന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോകണം. ഈ എപ്പിസോഡ് ചെറുതാണ്, നിങ്ങൾ ആസ്വദിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.